പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ അപകടകരമായ കാര്യമാണ്. ADGPയുടെ പല പ്രസ്താവനകളും നമ്മുടെ മുമ്പിലുണ്ട്. എലത്തൂർ ട്രെയിനിൽ സ്ഫോടനമോ മറ്റുണ്ടായ ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്. പല ഘട്ടങ്ങളിലും സംഘപരിവാറിന്റെ ഉഴലൂത്തുകാരായി മാറിയ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പാകെയുണ്ട്. അതുകൊണ്ട് ഇത് അപകടകരമായ ഒരു പ്രവണതയാണ്. ഇത്തരം തത്വങ്ങൾ ഒരിക്കലും വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ മലപ്പുറത്ത് നേരത്തെ SP ആയിരുന്ന സുജിത് ദാസിനെ കുറിച്ചുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് വേട്ടയും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ ഡീൽ നടന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. സ്വർണ്ണക്കടത്ത് നടത്തുന്നവരുമായി ഡീൽ നടത്താൻ ക്രമസമാധാനവും പാലനം നടത്തുന്നവർക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എത്ര അപകടകരമായ കാര്യമാണത്. താങ്കൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ തിരുവനന്തപുരത്ത് കന്യാകുമാരിയിൽ നടന്ന ശ്യാമുമായി ബന്ധപ്പെട്ട് സ്ലീപ്പർ സെൽ എന്ന പ്രയോഗത്തോടുകൂടെ ഈ വിഷയം കേരളത്തിൽ ചർച്ചയായത് നമ്മുടെ മുമ്പിൽ. മരണപ്പെട്ടുപോയ മുൻ പാർട്ടി സെക്രട്ടറി പാർട്ടി സമ്മേളനങ്ങളിൽ തന്നെ അംഗീകരിച്ചതും ചർച്ചയിൽ നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. എല്ലാ ശ്രമം നടത്തിയിട്ടും BJPക്ക് കേരളത്തിൽ വിജയിക്കാൻ കഴിയാതെ വന്ന ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ വഴിയൊരുക്കി എന്നത് ഏറെ അപകടകരമായ കാര്യമാണ്. തൃശൂർ വിജയം അങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ ഭരണപക്ഷ MLA പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ ഏതെങ്കിലും പോലീസ് ക്രിമിനൽ വൽക്കരണം എന്ന സ്വഭാവത്തിൽ കണ്ട് തള്ളിക്കളയേണ്ടതല്ല. അല്ലെങ്കിൽ ആ അന്വേഷണം മാത്രം നടന്നാൽ പോരാ. BJPക്ക് കിട്ടേണ്ടത് കിട്ടി, ഒരു സീറ്റ് എന്നത്. ഇടതുപക്ഷവുമായി എന്ത് ഡീലാണ് ഉണ്ടാക്കിയത്? കേരള മുഖ്യമന്ത്രിയുമായി എന്ത് ഡീലാണ് ഉണ്ടാക്കിയത്? എന്താണ് തിരിച്ചു കിട്ടിയത്? ഇതൊക്കെ പുറത്തു വരേണ്ടതാണ്. അത് പുറത്തു വരണമെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കെ തന്നെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ തുടർന്നുകൊണ്ട് ഒരന്വേഷണം നടത്തും.